ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ പറഞ്ഞ ഒരു ഉപമ നമുക്ക് പഠിക്കാം. കർത്താവ് ഉപമ ഒരു രാജാവ് തൻ്റെ മകന് വേണ്ടി കല്യാണ സദ്യ ഒരുക്കിയ ഒരു രാജാവിൻ്റെ ഉപമയാണ്, കഥയാണ് കർത്താവ് പറഞ്ഞത്. ആ കല്യാണ സദ്യയെക്കുറിച്ച് അറിയുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു വാക്യം പഠിക്കാം. നമുക്ക് മത്തായി എഴുതിയ സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യം പഠിക്കാം. രാജാവ് ശുശ്രൂഷക്കാരോട്, ഇവനെ കൈയും കാലും കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ തള്ളിക്കളവിൻ, അവിടെ കരച്ചിലും പല്ലുകടി ഉണ്ടാകും എന്ന് പറഞ്ഞു. വിളിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. ഇവിടെ ആ കല്യാണ സദ്യയുടെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ട് കർത്താവ് പറയുന്ന ഒരു കാര്യമാണ്. നമുക്കൊന്നും കൂടെ വാക്യം പഠിക്കാം. മത്തായി 22-13-14. രാജാവ് ശുശ്രൂഷക്കാരോട്, ഇവനെ കൈയും കാലും കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ തള്ളിക്കളവിൻ, അവിടെ കരച്ചിലും പല്ലുകടി ഉണ്ടാകും എന്ന് പറഞ്ഞു. വിളിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. കർത്താവായ യേശുക്രിസ്തുവിന് ഇനി ഈ ഭൂമിയിൽ കുറച്ച് ദിവസമേ ഉള്ളൂ എന്നറിഞ്ഞ കർത്താവ് ദേവാലയത്തിൽ ചെന്ന് ദൈവവചനം പഠിപ്പിക്കുകയും അവിടെയുള്ള രോഗികളെയും കഷ്ടപ്പെടുന്നവരെയും അവർക്ക് ആശ്വാസം കൊടുക്കുകയും രോഗികളെ സൗഖ്യമാക്കുകയും ഒക്കെ ചെയ്തു. അനേകർ അവൻ്റെ വചനം വിശ്വസിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്തു. എന്നാൽ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും മൂപ്പന്മാരും പരീശന്മാരും അവൻ്റെ വാക്ക് വിശ്വസിച്ചില്ല. അവർക്ക് കർത്താവിനെ എങ്ങനെയെങ്കിലും കൊല്ലണമെന്നവർ ആഗ്രഹിച്ചു. കൂടാതെ മാത്രമല്ല, കർത്താവിനെ എങ്ങനെയെങ്കിലും വാക്കിൽ കൊടുക്കുവാൻ അന്വേഷിച്ചു പോന്നു. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണെന്ന് സ്ഥാപിക്കുവാനായിട്ട് അവർ ഒത്തിരി ശ്രമിച്ചു. അവരോട് കർത്താവ് ഒരു ഉപമ പറഞ്ഞു. കർത്താവ് പറഞ്ഞു, സ്വർഗരാജ്യം തൻ്റെ പുത്രന് വേണ്ടി കല്യാണ സദ്യ കഴിച്ച ഒരു രാജാവിനോട് സദൃശ്യമാണ്. കല്യാണത്തിന് ഒത്തിരി പേരെ രാജാവ് ക്ഷണിച്ചു. എന്നാൽ സമയമായപ്പോൾ കല്യാണത്തിന് ക്ഷണിച്ചവരെ വിളിക്കുവാനായി രാജാവ് ദാസന്മാരെ അയച്ചു. എന്നിട്ട് പറഞ്ഞു, എല്ലാം തയ്യാറായി, നിങ്ങൾ കല്യാണ സദ്യയ്ക്ക് വരിക. കാളകളെയും തടിപ്പിച്ച മൃഗങ്ങളെയും ഒക്കെ അറുത്തിട്ടുണ്ട്, സദ്യ തയ്യാറായി വരാൻ പറഞ്ഞു. എന്നാൽ ക്ഷണിച്ചവർ അത് കൂട്ടാക്കാതെ ഒരുത്തൻ തൻ്റെ നിലത്തിലേക്കും മറ്റൊരുത്തൻ തൻ്റെ വ്യാപാരത്തിലും പോയി കളഞ്ഞു. ശേഷമുള്ളവർ എന്ത് ചെയ്തെന്ന് രാജാവിൻ്റെ ദാസന്മാരെ പിടിച്ച് അപമാനിച്ചു, ചിലരെ കൊന്നുകളഞ്ഞു. ക്ഷണിക്കപ്പെട്ടവർ ആരും വന്നില്ല. രാജാവിന് ദേഷ്യമുണ്ടായി. രാജാവ് കോപിച്ചു, സൈന്യങ്ങളെ അയച്ചു, അവരുടെ പട്ടണം ചുട്ടുകളഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ദാസന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ പെരുവഴിയിലേക്ക് ചെല്ല്, അവിടെ ക്ഷണിക്കപ്പെട്ടവരാരും വന്നില്ല, ഇനി ക്ഷണിക്കപ്പെടാത്തവരായിട്ടുള്ള ആൾക്കാരെ പെരുവഴിയിൽ നിന്ന് വിളിച്ചു കൊണ്ടുവരുവാൻ എന്നെ പറഞ്ഞു. അങ്ങനെ രാജാവ് ദാസന്മാർ പോയി പെരുവഴിയിൽ നിന്ന് നല്ലവരെയും ദുഷ്ടന്മാരെയും എല്ലാവരെയും വിളിച്ചു കൊണ്ടുവന്നു. എന്നാൽ രാജാവ് അവർക്ക് എല്ലാവർക്കും വിതരണം ചെയ്തു. എന്താണെന്നറിയാമോ? കല്യാണ വസ്ത്രം. കല്യാണത്തിന് വേണ്ടി കല്യാണ വസ്ത്രം ആവശ്യമാണെന്നറിഞ്ഞ രാജാവ് എല്ലാവർക്കും ഫ്രീ ആയിട്ട് കല്യാണ വസ്ത്രം വിതരണം ചെയ്തു. കല്യാണ വസ്ത്രം, കല്യാണ സ്ഥലം വിരുന്നുകാരെ കൊണ്ട് നിറഞ്ഞു. അതിനുശേഷം രാജാവ് കല്യാണശാല വിരുന്നുകാരെ കൊണ്ട് നിറഞ്ഞപ്പോൾ വിരുന്നുകാരെ നോക്കുവാനായിട്ട് രാജാവ് വന്നപ്പോൾ ചിലരെല്ലാം കല്യാണ വസ്ത്രം ധരിക്കാത്ത ഒരുവനെ കണ്ടു. അവൻ മേടിച്ചില്ല കല്യാണ വസ്ത്രം ധരിക്കാൻ. അവൻ എങ്ങനെയോ സൂത്രത്തിൽ അതിൻ്റെ അകത്ത് പോകാം എന്നവൻ വിചാരിച്ചു. അവൻ കല്യാണ വസ്ത്രം മേടിച്ചില്ല. അവനോട് ചോദിച്ചു, നീ കല്യാണ വസ്ത്രം ഇല്ലാതെ ഇവിടെ അകത്ത് വന്നത് എങ്ങനെയെന്ന് ചോദിച്ചു. അവന് വാക്ക് മുട്ടിപ്പോയി. അവൻ്റെ തെറ്റാണെന്ന് അവന് മനസ്സിലായി. രാജാവ് ശുശ്രൂഷക്കാരോട് പറഞ്ഞു, ഇവനെ കൈയും കാലും കെട്ടി പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളക, അവിടെ കരച്ചിലും പല്ലുകടി ഉണ്ടാകും. നമുക്ക് ആ വാക്യം ഒന്നും കൂടെ പഠിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 22-13-14. രാജാവ് ശുശ്രൂഷക്കാരോട്, ഇവനെ കൈയും കാലും കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ തള്ളിക്കളവീൻ, അവിടെ കരച്ചിലും പല്ലുകടി ഉണ്ടാകുമെന്ന് പറഞ്ഞു. വിളിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. അനേക ഗുണപാഠങ്ങൾ ഇതിലുണ്ട്. നമുക്ക് ഒന്നാമത്തത്, നമ്മൾക്കെല്ലാവർക്കും തിരഞ്ഞെടുക്കുവാൻ സ്വാതന്ത്ര്യമുണ്ട്. നാം എന്ത് തിരഞ്ഞെടുക്കുന്നു അതനുസരിച്ചായിരിക്കും നമ്മുടെ ഫലം. നമ്മൾക്ക് അന്തിമമായിട്ട് കിട്ടുന്ന ഫലം അതായിരിക്കും. രണ്ടാമതായിട്ട്, ക്ഷണിക്കപ്പെട്ടവർ കല്യാണ സദ്യയ്ക്ക് വന്നില്ല.
അത് അവരുടെ നാശത്തിന് കാരണമായിട്ട് തീർന്നു. 3, എല്ലാവർക്കും ഒരുപോലെ രക്ഷിക്കപ്പെടുവാൻ അവസരമുണ്ട്. എന്നാൽ വിശ്വസിക്കുന്നവർ മാത്രമേ രക്ഷിക്കപ്പെടുകയുള്ളൂ. 4, രക്ഷിക്കപ്പെടുന്നവർക്ക് ദൈവം രക്ഷയുടെ വസ്ത്രം കൊടുക്കും. അതില്ലാത്തവർ രക്ഷിക്കപ്പെട്ടവരല്ല. 5, രക്ഷിക്കപ്പെടാത്തവർ നിത്യനരകത്തിന് യോഗ്യരാകും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഞങ്ങൾക്ക് തന്ന നല്ല പാഠത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് തരുന്ന അവസരങ്ങൾ അത് നന്നായിട്ട് ഉപയോഗിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ഓരോ ദിവസവും ഞങ്ങൾക്ക് കിട്ടുന്നതായിട്ടുള്ള അവസരങ്ങൾ അത് ഞങ്ങൾ പാഴാക്കാതെ കർത്താവിൻ്റെ നാമഹൂർത്തത്തിനായിട്ട് ഉപയോഗിക്കാൻ ഞങ്ങളെ സഹായിക്കണം. കർത്താവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ച് ദൈവത്തിൻ്റെ മക്കളായി തീരുവാനുള്ള ഭാഗ്യം കർത്താവെ ഞങ്ങൾക്ക് തന്നതുകൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. രക്ഷിക്കപ്പെടാത്തവരായിട്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ അവരും കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷകനായിട്ട് സ്വീകരിച്ച് രക്ഷിക്കപ്പെടുവാൻ അവർക്ക് ഭാഗ്യം കൊടുക്കണമേ. അല്ലെങ്കിൽ അവർ നിത്യനരകത്തിന് യോഗ്യരായി തീരും എന്നുള്ളത് മനസ്സിലാക്കുവാൻ അവർക്ക് കൃപ കൊടുക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. എല്ലാം യേശു കർത്താവിൻ്റെ നാമത്തിൽ താഴ്മവിനയമായിട്ട് അപേക്ഷിക്കുന്നു. കേട്ടതുകൊണ്ട് സ്തോത്രം. ആമീൻ. കഥ ഇഷ്ടമാണെങ്കിൽ എന്ത് ചെയ്യണം? അത് ഷെയർ ചെയ്യണം. മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യണം. അവിടെ ബെല്ലൈക്കണിൽ കൈ അമർത്തുമ്പോൾ ഓൾ എന്ന പ്രൊവിഷൻ കാണിക്കുമ്പോൾ അതിലും കൈ അമർത്തുമ്പോൾ ആൻറ്റി എപ്പോൾ ഇടുമോ ഓഡിയോ ഇടുമോ അപ്പോഴെല്ലാം നിങ്ങൾക്ക് കിട്ടുവാനായിട്ട് ഇടയായിട്ട് തീരും. ഓക്കെ, ബൈ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.